ഈ കണക്ക് 2 വർഷത്തെ കണക്ക് മൊത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഏറ്റവും നന്ദി പറയുന്നത് എൻ്റെ മുൻ ട്രഷറർ ഡോക്ടർ സുദർശൻ സാറാണ് സത്യം പറഞ്ഞാൽ ഇത് മുഴുവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. കാരണം അത് ഞാൻ ഒട്ടും ഇതിൻ്റെ ഇത് കുറയാതെ തന്നെ ഞാൻ സാറിന് എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ റിപ്പോർട്ട് നിങ്ങളുടെ ചർച്ചയ്ക്കായി അംഗീകരിക്കാൻ സമർപ്പിക്കും. ബഹുമാനിയായ KGCMയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജി ശ്രീരാമകൃഷ്ണൻ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റുമാർ, സംസ്ഥാന വേദിയിലിരിക്കുന്ന മറ്റ് സംസ്ഥാന നേതാക്കളെ, സദസ്സിലിരിക്കുന്ന ബഹുമാനിയായ ഡെപ്യൂട്ടി ഡയറക്ടർ, PMOമാർ, മുൻ ഡയറക്ടർമാർ, റിട്ടയർ ചെയ്ത നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഡോക്ടർമാർ, ഞാൻ ആദ്യം തന്നെ റിപ്പോർട്ട് വായിക്കാം. അതിനുശേഷം 2-3 വസ്തുക്കൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 23/1/2011 മുതൽ 19/1/2013 വരെയുള്ള റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ നടന്ന KGCMയുടെ 25ാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഹോമിയോപ്പതി സർവീസിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനം എന്നിൽ നിക്ഷിപ്തമായ ഡോക്ടർ റോയ് മാത്യു, ഡോക്ടർ ജി പ്രീത, ഡോക്ടർ MK അനുരാധ എന്നിവരെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്തു. ഡോക്ടർ MK അനുരാധയുടെ അകാല വിയോഗം എഡിറ്റോറിയൽ ബോർഡിന് ഒരു തീരാ നഷ്ടമായി. 2011-2012 കാലയളവിൽ ഹോമിയോപ്പതി സർവീസിന്റെ 131 മുതൽ 137 വരെയുള്ള 7 ലക്കങ്ങൾ പുറത്തിറക്കി. നിരവധി കാരണങ്ങളാൽ പല ലക്കങ്ങളും പുറത്തിറക്കുന്നതിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട് എന്ന വീഴ്ച സ്വയം വിമർശനപരമായി തന്നെ ഏറ്റെടുക്കുകയാണ്. പ്രസിദ്ധീകരണയോഗ്യമായ ലേഖനങ്ങളുടെയും മറ്റ് സൃഷ്ടികളുടെയും ദൗർലഭ്യം ഗുരുതര പ്രശ്നമായി ഉടനീളം അനുഭവപ്പെട്ടിരുന്നു. നമ്മുടെ അംഗങ്ങൾ ഹോമിയോപ്പതി സർവീസിലേക്ക് നിലവാരമുള്ള സൃഷ്ടികൾ തയ്യാറാക്കി നൽകുന്നതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് ഈ എഡിറ്റോറിയൽ ബോർഡ് അഭ്യർത്ഥിക്കുകയാണ്. ഹോമിയോപ്പതി സർവീസിന്റെ ലേഔട്ട്, പ്രിന്റിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. ഇക്കാര്യവും എഡിറ്റോറിയൽ ബോർഡ് മനസ്സിലാക്കിയുണ്ടായി. ആയതിനുള്ള ശ്രമങ്ങൾ വരും കാലങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുകയാണ്. പല പ്രതികൂല ഘട്ടങ്ങളിലും മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നതിൽ കാലതാമസം നേരിട്ടപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി സഹായിച്ച ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, സംസ്ഥാന ട്രഷറർ, SEC അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, അതുപോലെ തന്നെ പരസ്യം സഹായിച്ച ഹോംകോ തുടങ്ങിയ സ്ഥാപനങ്ങൾ തുടങ്ങി ഏവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് അംഗങ്ങളുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുകയാണ്. അവരെല്ലാം ആർട്ടിക്കിൾസ് മാഗസിനിലേക്ക് കൊടുക്കാനായിട്ട് തയ്യാറാകണം എന്ന് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ചെറിയൊരു ട്രാൻസ്ഫർ വന്നിരുന്നു ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിലേക്ക്. അതാണ് പ്രധാനമായ ഒരു കാരണം. പക്ഷേ ആ റിപ്പോർട്ടിൽ ഈ കാരണമൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് രേഖാമൂലം ഉൾക്കൊള്ളിക്കുന്നത് ശരിയല്ല എന്നറിയാം. എന്ത് കാരണം പറഞ്ഞാലും മാഗസിൻ താമസത്തിൽ നൽകിയാലും എടുക്കുകയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നൽകണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.